ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരുപാട് ഫാൻസി ലുക്കൊന്നും ഇല്ലാത്ത ഒരു ഹമ്പിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. മാത്യൂസ് കേക്ക് അല്ല, മാത്യൂസ് കേക്ക് പോലത്തെ ഒരു കേക്ക്. ട്രിവാൻഡ്രത്ത് ഒരു ഹോം ബേക്കർ ഉണ്ട്. അവർ വർഷങ്ങളായിട്ട്, അതായത് ഒരു 1993 തൊട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കേക്കാണ് ഈ ഒരു മാത്യൂസ് കേക്ക്. ഒരു സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ വാനില കേക്കിൽ തിൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ്. അപ്പം നമ്മളിവിടെ നമ്മുടേതായിട്ടുള്ള ഒരു റെസിപ്പിയിലാണ് ചെയ്യുന്നത്. നമുക്ക് മാത്യൂസ് കേക്കിൻ്റെ എക്സാക്ട് റെസിപ്പി ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാനിവിടെ നമുക്കിതിനായിട്ട് ആവശ്യമുള്ള മെഷറിംഗ് കപ്പും സ്പൂൺസും ഒക്കെ എടുക്കുകയാണ്. 1/4 കപ്പ്, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1/2 കപ്പ്, 1/4 ടീസ്പൂൺ, ഇതൊക്കെ മതി. നമുക്ക് ഒരു കപ്പിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു 1/2 കപ്പ് മൈദയിലാണ് ഇന്നത്തെ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാൻ ഒരു ബൗളെടുത്തു. അതിൻ്റെ മേലെ ഒരു സിവ് വെച്ചു. നമ്മൾ 1/2 കപ്പ് മൈദ മെഷർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കണ്ടെയ്നറൊക്കെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. ഉടനെ ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇടാം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്പയർ ആയതാണോ എന്ന് നോക്കണം. കാരണം നമ്മൾ അറിയാതെ ഇട്ടിട്ട് പിന്നെ കേക്ക് സ്പോയിലാവാൻ ഈ ഒരൊറ്റ കാരണം മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്ക് അല്ലേ, അപ്പം നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ലൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന കാഡ്ബറീൻ്റെ ഫ്ലേവറാണ്. ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്ത് 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്, 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇതെല്ലാം വെല്ലായിട്ട് കമ്പൈൻഡ് ആവാനാണ്. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആ മൈദ മിക്സിൻ്റെ എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം 3 പ്രാവശ്യം തന്നെ സീവ് ചെയ്യണം കേട്ടോ. അത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെല്ലായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര, നമുക്കതൊരു മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ച് എടുക്കാം. ഇത് 1/4 കപ്പ് തന്നെ വേണം കേട്ടോ. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ശ്രദ്ധിക്കണം. 2 മുട്ട ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാസ്ക് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂൺ വനീല എസൻസ് ഒഴിക്കാം. വനീല എസൻസിന് പകരം വേറെ എസൻസ് ഒന്നും വേണ്ട കേട്ടോ, വനീല എസൻസ് തന്നെ മതി. പൈനാപ്പിൾ എസൻസിനൊക്കെ ഒരു കുത്തുണ്ടാവും. ബുഷിൻ്റെ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വലിയ കുപ്പി മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു ഹൈ സ്പീഡിലൊരു 1 മിനിറ്റ് അടിച്ചിട്ട് വരാം. ഇപ്പം നമ്മളിവിടെ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ അതിന് തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യുന്നവർക്കും ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ഇങ്ങനെ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ, ഒലീവ് ഓയിൽ, മെൽറ്റഡ് ബട്ടറോ ഒക്കെ യൂസ് ചെയ്യാം. ഓയിൽ ഇത്രയും തന്നെ വേണം. അഗെയിൻ നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പ്രത്യേകിച്ച് ഷുഗർ സിറപ്പ് സോക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു മോയിസ്റ്റ് ഫ്രോസ്റ്റിംഗ് കേക്കാണ്. അപ്പം ഇത്രയും തന്നെ അളവിൽ നമ്മൾ എണ്ണ ചേർക്കണം. അത് നമ്മളൊരു ലോ സ്പീഡിൽ അടിച്ചെടുത്തപ്പോൾ ഇതേ കൂട്ടൊരു നല്ല ഫ്ലഫി ആയിട്ടുള്ള മിക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് മതി. നമ്മളൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ, അതൊരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. 2 പ്രാവശ്യമായിട്ട് തന്നെ ആഡ് ചെയ്യണം. ഒരു പ്രാവശ്യമായിട്ടാണ് വേണ്ട, 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് പതുക്കെ ഇതേ കൂട്ടൊരു മിനി വിസ്ക് വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഒറ്റ പ്രാവശ്യമായിട്ട് ഇടുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കട്ടകൾ വീഴും. കാരണം ഒത്തിരി ഉണ്ടാവും. അപ്പം കട്ടകൾ വീഴുമ്പോൾ നമ്മൾ ഒത്തിരി കുത്തി ഇളക്കുമ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. നടുഭാഗം പൊങ്ങിപ്പോയി ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേക്ക് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ്, ലോ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് കമ്പൗണ്ട്, ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടാക്കിയ പാല്, ലൂക്ക് വാം മിൽക്ക്, തിളച്ച പാലായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു ചൂട് പാലിൽ നമ്മുടെ ഡാർക്ക് കമ്പൗണ്ട് മിക്സായി വരും. നല്ല കൂളായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ഒരു 30 സെക്കൻഡ് ചൂടാക്കുക, പിന്നെയും ഒരു 30 സെക്കൻഡ് ചൂടാക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെ മിക്സ്ചർ കിട്ടും. ബാക്കി ആക്ച്വലി ഞാൻ ഇതിനെ പറ്റുന്നതായിരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെഡ് ബീ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫോളോ ചെയ്യാതെ നിങ്ങൾ ആ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി അതിനനുസരിച്ച് ഈ റെസിപ്പി ഇതേപോലെ തന്നെ ചെയ്താൽ മതി. പെർഫെക്റ്റ് ആയിട്ടുള്ള
കേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ഒഴിച്ച് ഒന്ന് സ്റ്റെർ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ വിസ്ക് വെച്ച് മൂവ് ചെയ്താൽ മതി, ഒത്തിരിയായിട്ട് കുത്തി ഇളക്കരുത്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കേക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് പ്രോപ്പറായിട്ട് കേക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ കേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രോസ്റ്റിംഗ് കേക്ക് ആണെങ്കിൽ നമ്മൾ ആ സമയം ഷുഗർ സിറപ്പും ഫ്രോസ്റ്റിങ്ങും ഒക്കെ റെഡിയാക്കും. അല്ലാത്ത കേക്കാണെങ്കിലും നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു ക്രാക്കുള്ള കേക്ക് കിട്ടിയാൽ ഭയങ്കര വിഷമമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഈ ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു മെഷർ കപ്പിൽ കുറച്ച് ഓയിൽ എന്തായാലും ബാക്കി വരും, അത് വെച്ച് തന്നെ നമ്മൾ ഗ്രീസ് ചെയ്താൽ മതി, വേറെ ഓയിലൊന്നും വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ കോർണേഴ്സും സൈഡ്സും ഒന്നും മിസ് ചെയ്യരുത്, കാരണം ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലെ കേക്ക് ടിൻ ആയതുകൊണ്ട്. അപ്പം കോർണേഴ്സും സൈഡ്സും ഒക്കെ പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം അതേ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്യുകയാണ്. ബട്ടർ പേപ്പർ ആയാലും പാച്ച്മെൻറ്റ് ഷീറ്റ് ആയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുറച്ച് മൈദയും കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്മിയർ ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഇത്തിരി കുഴിഞ്ഞ ഒരു പാത്രമല്ലേ. നമ്മൾ ആ ഒരു ബേസിൽ വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ എൽ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ ഒരു ലെങ്തും ഒരു ബ്രെത്തും കവർ ചെയ്തു. ഇനി അതേപോലെ എൽ ഷേപ്പിൽ അടുത്ത സ്ഥലത്തും വെച്ച് അടുത്ത ലെങ്തും ബ്രെത്തും കവർ ചെയ്ത് നമ്മൾ ഗ്രീസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ ഉയരത്തിൽ വെച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എല്ലായിടത്തേക്കും ഈവണായിട്ട് എത്തണം. അതിനുശേഷം നമുക്കൊരു സ്കൂവർ ഉപയോഗിച്ച് ഇതുപോലെ നീറ്റായിട്ട് റൺ ചെയ്യാം. ഇത് ചെയ്യണം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പും കൂടെ ചെയ്യാം. ഒരു കൺഫർമേറ്ററിക്ക് മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ടാപ്പ് ചെയ്യണം. ഇനി ഈ സമയം ഞാൻ എൻ്റെ അവൻ ഒരു 10 മിനിറ്റ്സ് ആയിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യുമായിരുന്നു. അതേ അവനിലേക്ക് നമ്മൾ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ്സ് കഴിഞ്ഞ് എൻ്റെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു നീറ്റ് സ്കൂവർ സെൻറ്ററിൽ പാസ് ചെയ്ത് അത് നീറ്റായിട്ട് ഊരി വരുന്നെങ്കിൽ നമ്മുടെ കേക്ക് പ്രോപ്പറായി ബേക്കായി എന്നർത്ഥം. തണുക്കാൻ വേണ്ടി ഒരു തുണി വെച്ച് മൂടി വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ടവലെടുത്ത് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ഡിമോൾഡ് ചെയ്യാവൂ. പിന്നെ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബട്ടർ പേപ്പർ വെച്ച് എല്ലാ കോർണേഴ്സും സീൽ ചെയ്ത ഒരു ഗ്രീസിങ് ആയിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പയ്യെ നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ ജെൻറ്റിലായിട്ട് ഊരിയെടുക്കുക. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. നമ്മൾ 1/2 കപ്പ് മൈദയല്ലേ ഉപയോഗിച്ചു, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ്, മിൽക്കി മിസ്റ്റിൻ്റെയാണ് എടുക്കുന്നത്. ഈ ഒരു കേക്കിന് സത്യം പറഞ്ഞാൽ നമുക്കൊരു 100 ഗ്രാമിൻ്റെ ബട്ടർ മതി. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്, അപ്പോൾ 200 ഗ്രാം എടുക്കുന്നുണ്ട്. വിരലിങ്ങനെ ഒന്ന് കുത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, അതാണ് ആ ബട്ടറിൻ്റെ ഒരു പരുവം. റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്ന ബട്ടർ ആയിരിക്കണം. നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, ഇതേ പ്രോസസ്സ് വിസ്ക് ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അപ്പം അത്രയും ഒന്ന് ഫ്ലഫി ആയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് ഫ്ലഫി ആവണം. അപ്പം നമ്മൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുകയാണ്. ബട്ടറിൻ്റെ ആ ഒരു യെല്ലോ കളർ മാറി നല്ലൊരു വൈറ്റിഷ് കളർ വരണം. അതേപോലെ ആ ബട്ടറി ടെക്സ്ചർ മാറി ഒരു ക്രീമി ടെക്സ്ചർ വരണം. അതുവരെ നന്നായി ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് 400 ഗ്രാം ഐസിങ് ഷുഗറാണ്. അപ്പം ഐസിങ് ഷുഗർ അരിച്ചിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ്. ഈ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ പ്രോപ്പർ റെസിപ്പി ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കേക്കിൽ ഈ ഒരു ഫ്രോസ്റ്റിംഗ് ക്രീം മൊത്തത്തിൽ ആവശ്യമില്ല, പകുതി മതി കേട്ടോ. നമ്മൾ കുറച്ച് വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പാൽ, ഇത്രയും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടേതായ ഒരു റെസിപ്പിയാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ ഒരു പ്രോപ്പർ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് ചില്ലായിട്ടുണ്ട്. ഇനി ഇത് പോരാ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് ഇതാക്കണ്ട.
ഒരു 2 മിനിറ്റ് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ കേക്ക് ബോർഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അവർ ആ ഒരു കേക്ക് സെല്ല് ചെയ്യണത് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. ഇതൊന്നുമല്ല അവരുടെ റെസിപ്പി. നമുക്ക് അവരുടെ റെസിപ്പി കറക്റ്റ് അറിയില്ല. ആ ടേസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മിമിക് ചെയ്യാൻ നമ്മൾ നോക്കുകയാണ്. ഒരു ബട്ടർ ഷീറ്റ് എടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് നടുക്ക് പ്ലേസ് ചെയ്തു. ഇനി നമ്മളെന്താ ജസ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യാണ്. ഏത് കൊച്ചു കുട്ടിക്കും ഈ ഒരു ഫ്രോസ്റ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാം. കുറച്ച് ബട്ടർ ക്രീം നമ്മൾ അപ്ലൈ ചെയ്തു. ശേഷം നമ്മൾ നമ്മുടെ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് നീറ്റായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. അവർ സാധാരണ ഈ ടോപ്പ് പോർഷനിൽ മാത്രമേ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വെക്കാറുള്ളൂ. ഞാൻ പക്ഷേ ഇപ്പോൾ എല്ലാ സൈഡിലും വെച്ചു. എനിക്കെന്തോ അങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തു. ഇതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇന്നോവേഷൻസൊക്കെ വരുത്താം. അപ്പം ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെയല്ല. അതിന് ആ ഷേപ്പ് ഹോൾഡ് ചെയ്ത് ഇരിക്കാനുള്ള കഴിവുണ്ട് റൂം ടെമ്പറേച്ചറിൽ. എന്നാലും ഈ കേക്ക് നമ്മളിപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജ് വെച്ച് ബാക്കി വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 2 ദിവസമൊക്കെ ഇത് പുറത്ത് സുഖമായിട്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ ആ സൈഡും കോർണേഴ്സും ഒക്കെ നീറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ഇതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പൊതിഞ്ഞിട്ട്. ജസ്റ്റ് അവരുടെ ആ ഒരു രീതിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കാം. സെറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് റാപ്പ് ചെയ്യുകയാണ്. റാപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും ഈ കേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷമാണ് റാപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഉടനെ റാപ്പ് ചെയ്താൽ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ആ ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഒട്ടി ഇരിക്കും. അപ്പം നമ്മളിവിടെ ഒന്ന് ഹമ്പിളായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ഒരു കേക്ക് ബോർഡിൽ മേലെ വെച്ചു. നമുക്കിനി ഇതൊന്ന് പയ്യെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ പ്രതീതിയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ലുക്കൊക്കെ ഉള്ളൂ. ടേസ്റ്റ് മാക്സിമം ഒരു 90% നമ്മൾ അതുപോലെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണിത്. ആ ചോക്ലേറ്റിൻ്റെയും ആ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെയും ഒരു ഹമ്പിൾ കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ആ ഒരു കേക്ക് ആ ബട്ടർ പേപ്പറിൽ നിന്ന് നമ്മുടെ കേക്ക് ബോർഡിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു എസ്തെറ്റിക് ലുക്കിന് വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ബട്ടർ പേപ്പറിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. ഒരു ഹമ്പിൾ കേക്കാണിത്. കാരണം ഭയങ്കര ഫാൻസി ലുക്കൊന്നുമില്ല, സിമ്പിൾ ലുക്കാണ്. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അപ്പം എത്ര പീസ് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു 2 പീസ് കട്ട് ചെയ്തു, എനിക്കും ചേട്ടനും വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ ചേട്ടനാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. ചേട്ടന് വളരെ ഇഷ്ടമായി. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു ചോക്ലേറ്റും ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും കൂടി വരുമ്പോൾ. ഇത് തന്നെ വാനിലയും അവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചോക്ലേറ്റാണ് കേട്ടോ അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവരും ആ കേക്കും ട്രൈ ചെയ്യണം ഷ്യൂർലി. അതിനൊപ്പം ട്രൈ ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ബൈ.